കാസർഗോഡ് ജപ്തിയുടെ പേരിൽ കേരള ബാങ്കിന്റെ കൊടും ക്രൂരത. ആളില്ലാത്ത സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി സാധനങ്ങൾ പുറത്തിട്ടു, വീട് സീൽ ചെയ്തു. കാസർഗോഡ് പരപ്പച്ചാൽ സ്വദേശി ജാനകിയുടെ വീടിനു നേരെയാണ് ഈ നടപടി. എന്നാൽ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി എന്നാണ് കേരള ബാങ്ക് നീലേശ്വരം ശാഖയുടെ വിശദീകരണം. അരുൺ പാറക്കലാണ് ചേരുന്നത് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, നടപടികൾ, അത് ബാങ്കിൻ്റെതായ വിശദീകരണം ഉണ്ടാവും. പക്ഷേ ആളില്ലാത്ത സമയത്ത് ഇതുപോലെ ഒരു മനസാക്ഷിയില്ലാതെ ചെയ്യുക, അത്തരം നടപടികൾ പാടില്ലെന്ന് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബാങ്കിന് നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുള്ളതാണ് പല ബാങ്കുകൾക്കും. ഇതെന്താണ് ഇങ്ങനെ ഒരു അതിക്രമം കാണിച്ചത് ബാങ്ക് അധികൃതർ? സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്നത് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ആ വീട്ടിലാണ്. പരപ്പച്ചാൽ ചേനച്ചാടി തൂക്കപ്പിലാവ് ജാനകിയുടെ വീട്ടിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇപ്പോൾ ജാനകി ഈ വീടിന് പുറത്ത് ഇരിക്കുന്നുണ്ട്. ജാനകിയുടെ മക്കളുണ്ട്. ഇന്നലെയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഇവരൊക്കെ തന്നെ, ജാനകിക്ക് അസുഖമുണ്ടായിരുന്നു. അസുഖ സമയത്ത് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയായിരുന്നു മക്കളോടൊപ്പം. ആ സമയത്താണ് ഇങ്ങനെ കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖയിൽ നിന്ന് അധികൃതർ എത്തി. അമ്മ തനിച്ചല്ല സ്മിത, മക്കളുമുണ്ട്. വിജേഷും ഭാര്യയും 2 കൊച്ചു കുട്ടികളും ഉണ്ട്. ഇപ്പോൾ ജാനകി നമുക്കിപ്പോൾ ചേരുകയാണ്. അമ്മ, അസുഖം ഉണ്ടായിരുന്നോ? ഇന്നലെ നിങ്ങൾ ആശുപത്രി പോയതാ? ആശുപത്രി പോയി, അത് കണ്ണു ഓപ്പറേഷത്തിന് പോയത്. ഇപ്പൊ എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? 75 വയസ്സായി. 75 വയസ്സ്. ആരോഗ്യസ്ഥിതി ഇപ്പൊ എങ്ങനെയുണ്ട്? ആരോഗ്യസ്ഥിതി ശ്വാസം മുട്ടൽ വരുന്നുണ്ടോ? ശ്വാസം മുട്ടൽ വരുന്നുണ്ട്. ഇന്നലെ അങ്ങനെ പോയിട്ട് വന്നതല്ലേ, പുറത്തല്ല കണക്കഴിഞ്ഞ്. സ്മിത, ഇത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ ദൃശ്യങ്ങൾ, അതായത് വീടിനകത്തെ സാധനങ്ങൾ, കട്ടിലും അതുപോലെ തന്നെ അലമാരയും സാധനങ്ങളും എല്ലാം തന്നെ പുറത്തേക്ക് വലിച്ചിട്ടിട്ടാണ് കേരള ബാങ്കിൻ്റെ അധികൃതർ ഇന്നലെ ഇപ്പോൾ ഈ ജപ്തി നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജാനകിക്ക് ശ്വാസം മുട്ടലിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ജാനകിക്ക് ഉപയോഗിക്കാനുള്ള ഓക്സിജൻ സിലിണ്ടറുണ്ട്. ആ ഓക്സിജൻ സിലിണ്ടർ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്ലഗ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി വൈദ്യുതി ലഭിക്കണമെങ്കിൽ വീടിന് അകത്ത് നിന്ന് മാത്രമാണ് ലഭിക്കുകയുള്ളൂ. പക്ഷേ അതും ഇതുവരെയും അവർക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജാനകിയുടെ മരുമകൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേച്ചി, എന്തുണ്ടായി? ഇന്നലെ ഞങ്ങള് അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് കണ്ണിന് അസുഖമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ സംബന്ധമായ കാര്യത്തിന് ഞങ്ങൾ കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഈ സാധനങ്ങൾ ഇങ്ങനെ നല്ലായിരുന്നു. ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഫുള്ള് കുമിഞ്ഞു കൂടിയിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും ഒരു ഉള്ളിലോട്ട് കയറാൻ പോലും ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എങ്ങനെയൊക്കെ ഇന്നലെ ഉറങ്ങണമല്ലോ, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ആക്കി വെച്ചു. എത്ര രൂപ നിങ്ങൾ ലോൺ എടുത്തു? 2 ലക്ഷം രൂപയായിരുന്നു ലോൺ എടുത്തത്. അപ്പം ഞങ്ങൾക്ക് കടാശ്വാസം കിട്ടിയായിരുന്നു ഇതിന്. പക്ഷെ ബാങ്ക് ആദ്യം 6 ലക്ഷമായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കടാശ്വാസ കമ്മീഷനിൽ മുഖാന്തരം ഞങ്ങൾക്ക് 2 ലക്ഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾക്ക് ജപ്തി ചെയ്യുന്നില്ല ഒരു മുന്നറിയിപ്പൊന്നും ഞങ്ങൾക്ക് തന്നില്ല. ഞങ്ങൾ ഇല്ലാത്ത സമയത്താണ്. ഇപ്പോൾ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? ബാങ്കിന് അടയ്ക്കേണ്ട തുക എത്രയാണ്? ജപ്തി നടപടി ഉണ്ടാവുമെന്നൊരു മുന്നറിയിപ്പ്. സ്മിത, ബാങ്കിന് അടയ്ക്കേണ്ട തുക ഇപ്പോൾ ബാങ്ക് പറയുന്നത് 2,90,000 രൂപ അടച്ചാൽ മാത്രമാണ് ഇവർക്ക് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. പക്ഷേ 25-ാം തീയതി വരെ ഒരു അരുണിലേക്ക് തിരികെ എത്താം. 2,90,000 രൂപ മാത്രമാണ് ഇവർ അടയ്ക്കാനുള്ളത്. അതിനാണ് ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ വെറുതെ കല്ലും മണ്ണും മരവും വെച്ചിട്ടുള്ള ഒരു കെട്ടിടം മാത്രമല്ല, അതിനകത്ത് നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതൊന്ന് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്ത അവർക്ക് ആർക്കും വന്നില്ല എന്നുള്ളത് വല്ലാത്ത സങ്കടമുണ്ട്. ആ അമ്മ ആശുപത്രിയിൽ പോയ സമയത്താണ് ഇത്തരം നടപടി ഉണ്ടായിട്ടുള്ളത്. മനസാക്ഷിയില്ലാത്ത ഒരു നടപടി തന്നെയാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അരുൺ പാറക്കലാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ പറ്റിയോ? 2,90,000 രൂപയാണോ ഇപ്പോൾ ആകെ തുക അടയ്ക്കേണ്ടത്? പലവട്ടം ഈ നോട്ടീസ് നൽകിയിരുന്നോ ബാങ്ക്? എന്തുകൊണ്ടാണ് ഇവരില്ലാത്ത സമയത്ത് ഇങ്ങനെ കയറിയ അധികൃതർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? സ്മിത, ബാങ്ക് അധികൃതർ നേരത്തെ, അതായത് ഒരാഴ്ച മുൻപേ ഈ വീട്ടിലെത്തിയിരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം എത്രയും വേഗം ഈ തുക തിരിച്ചടയ്ക്കണമെന്ന് മാത്രം അറിയിച്ചു. അതിനുശേഷം അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. തുടർന്ന് ഇന്നലെയാണ് ഇവിടെ എത്തി
ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നോട്ടീസൊക്കെ പതിച്ച് കേരള ബാങ്കിൻ്റെ ഈ ഒരു ജപ്തി നടപടിയുടെ നോട്ടീസൊക്കെ പതിച്ച് അവർ പോയത്. ഒപ്പം ഈ വീട് വാതിൽ അവർ പൂട്ടിയിരുന്നില്ല. ആശുപത്രിയിൽ പോയ സമയത്ത് ആ വാതിൽ തുറന്ന് അകത്ത് കയറി സാധനങ്ങളൊക്കെ പുറത്തേക്കിട്ടു. അതിനുശേഷം അവർ വാതിൽ പൂട്ടി സീൽ ചെയ്തുകൊണ്ട് പോയി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം 2 കൊച്ചുകുട്ടികളാണ്. 7 വയസ്സും 3 വയസ്സും പ്രായമുള്ള 2 കൊച്ചുകുട്ടികളാണ്. ഒപ്പം 75 വയസ്സുള്ള ഒരു അമ്മയുമുണ്ട്. ഇവരൊക്കെ തന്നെ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് ഈ ഒരു സ്ഥലത്താണ്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വയസ്സായ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഓക്സിജൻ സിലിണ്ടർ കണക്ട് ചെയ്യണമെങ്കിൽ അകത്താണ്, ഇതിൻ്റെ പ്ലഗ് പോയിൻറ്റും മറ്റുമുള്ളത് വീടിനകത്താണുള്ളത്. പക്ഷേ അതിനൊന്നും ഇവർക്ക് ഇന്നലെ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ വിജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ബാങ്ക് മുൻപ് അറിയിച്ചിരുന്നു? മുമ്പ് ഒരാഴ്ച മുമ്പ് അവർ വന്നു. അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 25-ാം തീയതിക്കുള്ളിൽ 290 അടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് 290 എന്തായാലും 25-നുള്ളിൽ അടക്കൽ നടക്കൂല. അപ്പോൾ പറഞ്ഞു നമ്മളെന്നാൽ പിന്നെ നടപടിക്രമത്തിലേക്ക് പോകും. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോൺ എടുത്തതിന് ശേഷം അടയ്ക്കാൻ കഴിയാതിരുന്നത്? അടക്കാൻ കഴിയാതെന്ന് പറഞ്ഞാൽ ഞാനൊരു ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഷോർട്ടർ എടുക്കാൻ വേണ്ടിയിട്ടാണ് 2 ലക്ഷം എടുത്ത് 4 ലക്ഷത്തിനാണ് അപേക്ഷ വെച്ച്. 2 ലക്ഷം കിട്ടി. 2 ലക്ഷം അവർ തന്നപ്പോൾ ആ 2 ലക്ഷം നമ്മൾ പാർട്ടിക്ക് കൊടുത്തു. ബാക്കി 2 ലക്ഷം കൊടുക്കേണ്ട കാലാവധി വെച്ചു. അപ്പോൾ ബാങ്ക് ബാക്കി 2 ലക്ഷം രൂപ തന്നില്ല. അവർ ഹെഡ് ഓഫീസിൽ നിന്നാണ് തരേണ്ടത് 2 ലക്ഷം ബാക്കി. അപ്പോൾ ഈ നീലശ്വരം ബ്രാഞ്ചിൽ നിന്ന് 2 ലക്ഷം തന്നിട്ട് ബാക്കി 2 ലക്ഷം ഹെഡ് ഓഫീസിൽ നിന്നാണ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗഡു നിങ്ങൾ ആദ്യം ഫസ്റ്റ് അടക്കുക, 2ാമത്തെ ഗഡു അടക്കാനാകുമ്പോൾ തരും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യത്തെ ഗഡു അടിച്ച് 2ാമത്തെ ഗഡു അടിച്ച് പോയി ചോദിക്കുമ്പോൾ പറഞ്ഞു ഇവിടുത്തെ മാനേജർ മാറി, അതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ആ തുക കിട്ടിയില്ല. ആകെ 2 ലക്ഷം മാത്രമേ കിട്ടുള്ളൂ. എന്തുകൊണ്ട് ഈ 2 ലക്ഷം നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതിരുന്നു? പിന്നീട് ഞാൻ ഇത് തുടർന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ ഈ 4 ലക്ഷം കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ ആ ടാപ്പിങ് തുടർന്ന് പോകാൻ പറ്റും. ഈ 2 ലക്ഷം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതിനുശേഷം ഞാൻ തെങ്ങ് കയറ്റം തുടങ്ങി 2 വർഷം ആകുമ്പോൾ തെങ്ങിന്ന് വീണു. കുറച്ച് 10-35,000 റുപ്യ ഞാൻ ബാങ്കിലൊക്കെ അടച്ചു. അപ്പോൾ തെങ്ങിന്ന് വീട് മംഗലാപുരത്ത് ഒരു 1.5 വർഷം മൊത്തം ചികിത്സയായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റീലാകുന്നില്ല. നടുവിനും പിന്നെ തുടയിൽ പൊട്ടി, കാലിൻ്റെ മറ്റേ ഉപ്പൂറ്റി എല്ലാം പൊട്ടി ഫുള്ള് സ്റ്റീലാണെന്നുള്ളത്. അപ്പോൾ ഒരു കാര്യമായ പണി ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പെൻഷനിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അമ്മയ്ക്കും ചികിത്സ അല്ലേ? അമ്മയ്ക്കും ചികിത്സ. സ്മിത, ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വിജേഷ് തെങ്ങിൽ നിന്ന് വീണ് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. 1.5 വർഷത്തോളം മംഗലാപുരത്തെ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ചെത്തുതൊഴിലാളി പെൻഷനൊക്കെ ലഭിച്ചാണ് അദ്ദേഹം കുടുംബം മുന്നോട്ട് പോകുന്നത്. ഒപ്പം അമ്മയ്ക്കും അസുഖമുണ്ട്. ശ്വാസമുട്ടലും മറ്റ് അസുഖങ്ങളുമൊക്കെ ഉണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഈ ലോണ് അടവ് തുടർന്നു പോകാൻ സാധിച്ചില്ല. എന്തായാലും ബാങ്ക് അതിക്രൂരമായ ഒരു നടപടിയിലേക്ക് കടന്നു. അതും വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് ഈ ഒരു നടപടിക്രമം. അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ അമ്മയും മകനും മകന്റെ ഭാര്യയും 2 ചെറിയ കുട്ടികളുമാണുള്ളത്. അമ്മയ്ക്ക് സുഖമില്ല. ഇപ്പം മകനും പറഞ്ഞതനുസരിച്ചിട്ട് ആരോഗ്യമില്ല. തെങ്ങിൽ നിന്ന് വീണതിനെ തുടർന്ന് വീണ്ടും തെങ്ങ് കയറ്റത്തിന് പോകാൻ പറ്റില്ല. 4 ലക്ഷം രൂപ കിട്ടാത്തത് കൊണ്ട് ആ പദ്ധതി അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയുമില്ല. 2 ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ നിന്ന് കിട്ടിയത്. ഈ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഗഡുക്കളായി അടയ്ക്കുക, അങ്ങനെ കുറച്ച് സാവകാശം കൊടുക്കുക, 2,90,000 രൂപ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭീമമായ തുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവരില്ലാത്ത സമയത്ത് വരുന്നു, എല്ലാ സാധനങ്ങളും പുറത്തേക്ക്. അപ്പോൾ മകൻ്റെ ഭാര്യ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതിങ്ങനെ തന്നെയൊന്നുമല്ല കടന്നിരുന്നത്. ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എല്ലാം കൂടെ വലിച്ചു വാരിയിടുന്നു. മനസാക്ഷിയില്ലായ്മ തന്നെയാണ് നടന്നിട്ടുള്ളത്. നമുക്ക് ബാങ്കിൻ്റെ പ്രതികരണം ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്ത് ചെയ്യാൻ കഴിയും ഈ പ്രശ്നത്തിൽ? ആ അമ്മയും മകനും മരുമകളും 2 കുഞ്ഞുങ്ങളും അവരിങ്ങനെ വീടിന് പുറത്തിരിക്കേണ്ടി വരിക എന്നത് കേരളത്തിന് ആകെ ഒരു അപമാനമാണ്. ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കർശനമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ബാങ്കിന്റെ വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ ആരും? അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വീട്, ആ വീട് കുറച്ച് പഴകിയ വീടാണ്. ആ വീട്ടിനുള്ളിൽ അവിടെ ഒരു നോട്ടീസ് പതിച്ചിട്ടുണ്ട് ബാങ്ക് അധികൃതർ. കഴിഞ്ഞ ആഴ്ച വരുന്നു, നോട്ടീസ് പതിക്കുന്നു. അതിനുശേഷം വീട്ടിൽ അമ്മയുടെ മുഖം കണ്ടാൽ വല്ലാതെ സങ്കടം. അമ്മയുടെ കണ്ണിന് ഓപ്പറേഷൻ വേണമായിരുന്നു. അതിനായി അവർ ആശുപത്രിയിൽ പോയ സമയത്താണ് ഓക്സിജൻ വേണ്ടതാണ് അമ്മയ്ക്ക്. അത് അകത്താണ് ഇരിക്കുന്നത്. അതെല്ലാം തന്നെ ആ മകനാണെങ്കിൽ തെങ്ങിൽ കയറിക്കൊണ്ടിരുന്ന മകന് തെങ്ങിൽ കയറാൻ പറ്റുന്നില്ല. തെങ്ങിൽ നിന്ന് വീണതാണ്. ആ രീതിയിൽ ബുദ്ധിമുട്ടുകൾ, പ്രാരബ്ധങ്ങൾ വന്നതുകൊണ്ട്
കൊണ്ട് തന്നെയാണ് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നത്. അരുൺ പാറയ്ക്കൽ വീണ്ടും ചേരുന്നുണ്ട് നമുക്കൊപ്പം. അരുൺ, ഇത് മനസാക്ഷിയില്ലാത്ത ഒരു സംഭവമാണ്. ആ രീതിയിലാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള പ്രവൃത്തി. ബാങ്ക് പറയുന്ന ഒരൊറ്റ വിശദീകരണം മാത്രം, കോടതിയുടെ നടപടി, കോടതിയുടെ നിർദ്ദേശമുണ്ടെന്ന് മാത്രം. പക്ഷേ ഇവരെല്ലാവരും മനുഷ്യരാണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. മനസാക്ഷിയില്ലായ്മയാണ് നടന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്മിത, മനസ്സാക്ഷി ഇല്ലാത്ത ഒരു പെരുമാറ്റം ബാങ്കിൽ നിന്ന് ഉണ്ടായി. ബാങ്ക് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോടതി ഉത്തരവ് അത് ഞങ്ങൾ പാലിച്ചു എന്നേ ഉള്ളൂ എന്നാണ്. പക്ഷേ അതല്ല ഇവിടെ കാര്യം. ഈ വീട്ടിലെ അന്തരീക്ഷമൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. വലിയ വീടൊന്നുമല്ല, ചെറിയ വീടാണ്. ആ വീട്ടിലാണ് ഈ 2 പിഞ്ചു കുട്ടികളും ഒപ്പം ഈ വയസ്സായ മാതാവും അടക്കം അഞ്ചംഗ കുടുംബം താമസിക്കുന്നത്. അതിനിടയിലാണിപ്പോൾ ഈ ജപ്തി നടപടി ഉണ്ടായിരിക്കുന്നത്. അവർ ഈ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ സന്നദ്ധരായിരുന്നു. 2 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ലോൺ ആവശ്യപ്പെട്ടു. അതിനുശേഷം ബാങ്ക് 2 ലക്ഷം രൂപ കൊടുത്തു. 2 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം അവരുടെ ജോലി അത് തുടർന്നു പോകാൻ സാധിച്ചില്ല. ഒപ്പം വിജേഷ് തെങ്ങിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹം വർഷങ്ങളോളം, അതായത് 1.5 വർഷത്തോളം ഈ മംഗലാപുരത്തെ ആശുപത്രിയിലായിരുന്നു. അതിനിടയ്ക്ക് അമ്മയ്ക്കും വാർദ്ധക്യ സഹജമായ അസുഖമുണ്ട്. ജാനകിക്ക് 75 വയസ്സാണ്. വാർദ്ധക്യ സഹജമായ അസുഖമുണ്ട്. ശ്വാസം മുട്ടൽ ഇടയ്ക്കിടയ്ക്ക് അത് വളരെയധികം വർദ്ധിച്ചു വരും. ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉപയോഗിച്ചാണ് വീട്ടിൽ തന്നെ അവർ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. ഇതൊക്കെ ബാങ്ക് അധികൃതർക്കും അറിയാം. നേരത്തെ ഈ ബാങ്ക് അധികൃതരോട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നു. മുൻപും ഈ ബാങ്കിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന സമയത്ത്, അതായത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിനായി എത്തുന്ന സമയത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ബാങ്ക് ചെവിക്കൊണ്ടില്ല. മാത്രമല്ല കോടതി ഉത്തരവുണ്ടെന്ന് കാണിച്ച് ഇപ്പോൾ ജപ്തി നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതും വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് ഈ ഒരു നടപടിക്രമവുമായി ബാങ്ക് മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വീട് അവർ താക്കോലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീട് തുറന്ന് അകത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വെച്ചു. പുറത്തേക്ക് വെച്ചതിന് ശേഷം വീട് പൂട്ടി സീൽ ചെയ്ത് ബാങ്ക് അധികൃതർ പോയി. തിരിച്ചിവർ ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തി വീട്ടിലേക്ക് എത്തിയ സമയത്താണ് ഈ വീട് പൂട്ടി സീൽ ചെയ്ത കാര്യം ഇവരും അറിയുന്നത്. എന്തായാലും ബാങ്കിൻ്റെ ക്രൂരമായൊരു നടപടിയാണ്. അതിന് ഇനി എന്താണ് പ്രതിവിധി? ബാങ്ക് അധികൃതർ ഇനി എന്ത് നടപടി കൈക്കൊള്ളുമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സ്മിത, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഈ കുടിശ്ശിക തുക ഈ 2,90,000 എന്നാണല്ലോ ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് അത് അത്രയുമല്ല, അതിലും വലിയൊരു തുകയാണെന്നുള്ള രീതിയിൽ ചില വിവരങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എത്ര രൂപയുണ്ട് കൃത്യമായി കുടിശ്ശിക? അതോ ഇപ്പോൾ അത്യാവശ്യം അടിയന്തരമായി 2,90,000 അടയ്ക്കണം എന്നുള്ളതാണോ? സ്മിത, ഈ വിജേഷിന് ഈ റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു തൊഴിൽ. ആ സമയത്ത് ഈ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു റബ്ബർ തോട്ടം പാട്ടത്തിനെടുക്കുന്നതിന് വേണ്ടിയാണ് 4 ലക്ഷം രൂപയ്ക്കായി നീലേശ്വരം സഹകരണ ബാങ്കിനെ സമീപിക്കുന്നത്. അങ്ങനെ നീലേശ്വരം സഹകരണ ബാങ്കിനെ സമീപിച്ചു. ആദ്യം 2 ലക്ഷം നൽകി. ഈ 2 ലക്ഷം നൽകിയതിന് ശേഷം പിന്നീട് 2 ലക്ഷം നൽകാമെന്നായിരുന്നു നേരത്തെ വിജീഷ് സൂചിപ്പിച്ച പോലെ ബാങ്കും പറഞ്ഞിരുന്നത്. പക്ഷേ മാനേജർ സ്ഥലം മാറി എന്ന് പറഞ്ഞുകൊണ്ട് 2 ലക്ഷം നൽകാനുള്ള 2 ലക്ഷം നൽകിയില്ല. ആകെ 2 ലക്ഷം മാത്രമാണ് വായ്പ എടുത്തത്. ഈ 2 ലക്ഷം കൊണ്ട് ഈ പാട്ടത്തിന്, അതായത് റബ്ബർ തോട്ടം പാട്ടത്തിനെടുക്കൽ സാധ്യമല്ലായിരുന്നു. അങ്ങനെ അവരുടെ ആ ഒരു തൊഴിലും നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് തെങ്ങുകയറ്റ തൊഴിലിലേക്ക് പോയത്. ഈ തെങ്ങുകയറ്റത്തിനിടെ വിജേഷ് തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റു. ഈ സമയത്ത് ലോണ് തിരിച്ചടവ് മുടങ്ങി. അങ്ങനെ ഈ 2 ലക്ഷം എന്നുള്ളത് 6.5 ലക്ഷത്തോളം രൂപയായി മാറി. ഈ 6 ലക്ഷം രൂപ കടാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് 2 ലക്ഷത്തിലേക്ക് പിന്നീട് ചുരുക്കുകയായിരുന്നു. അദാലത്ത് പരിപാടിയിലൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ 2 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയത്. അതിപ്പോൾ ബാങ്ക് പറയുന്നത് 2,90,000 രൂപ തിരിച്ചടയ്ക്കണമെന്നാണ്. ആ തുക തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ബാങ്ക് പിന്നീട് മുന്നറിയിപ്പ് നൽകാനൊന്നും എത്തിയില്ല. ഇന്നലെ ഇവർ വീട്ടിലില്ലാത്ത സമയത്തെത്തി ഈ വീട് അടച്ചുപൂട്ടി സീൽ ചെയ്ത് പോവുകയായിരുന്നു. ബാങ്കിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് കോടതി ഉത്തരവ് അവർ പാലിച്ചു, അല്ലാതെ മറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ബാങ്കിന് ഒരു പക്ഷേ പറയാൻ ഇങ്ങനെ കടാശ്വാസം അതൊക്കെ ആക്കി തുക കുറച്ചു കൊടുത്തു എന്നൊക്കെ വലിയ സാങ്കേതികതകളൊക്കെ പറയാനുണ്ടാവും. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ആ ഒരു ജീവിത പരിസ്ഥിതി പശ്ചാത്തലമൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നതെന്ന് ആ വീടിൻ്റെ ഒരു പരിസരം കണ്ടാൽ അറിയാം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള മനുഷ്യർ, ബാങ്കിലുള്ള മനുഷ്യർക്കായാലും അവിടെ വന്നു നോക്കുമ്പോൾ അറിയാം എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഇല്ലാതിരിക്കില്ല. ഇതൊന്ന് നീട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ സാവകാശം കൊടുക്കാൻ അത് ചെയ്യാതെ അവരവിടെ ഇല്ലാത്ത സമയത്ത് ഇവർ വന്ന് എല്ലാ സാധനങ്ങളും പുറത്തിട്ട് സീല് ചെയ്യുന്നു. ഇവർ രാത്രി എവിടെ പോകും?
ഈ അമ്മ എവിടെ പോകും? ആ കുഞ്ഞുങ്ങൾ എവിടെ പോകും? ആ മകനാണെങ്കിൽ ഇപ്പോഴും ആരോഗ്യം ശരിയായിട്ടില്ല എന്ന് പറയുന്നു. അതിക്രൂരതയാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തൊക്കെ സാങ്കേതികതകൾ പറഞ്ഞാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർ, അതിൻ്റെ പുറകിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ വീട് ഒരു പഴയ വീടാണ്, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അവർ കഴിയുന്നതെന്ന് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. അത് ബാങ്ക് പതിച്ചൊരു നോട്ടീസ് ആ വീടിൻ്റെ സൈഡിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർത്ത് മലയാളികൾ വലിയ നല്ല രീതിയിൽ ജീവിക്കുന്നു, കേരളം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത്. അപ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. വല്ലാത്ത ദുഃഖം തോന്നുന്നു, വേദന തോന്നുന്നു, ധാർമ്മിക രോഷം, പ്രതിഷേധമൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ ബാങ്കിലുള്ളവരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ഈ അമ്മയുടെ കണ്ണുകളിലെ ആ ഒരു ദയനീയത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വാർത്തയിൽ ഇതിൽ ഒരു നടപടി അല്ലെങ്കിൽ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 2,90,000 രൂപയാണ് ഇപ്പോൾ കുടിശ്ശിക അടയ്ക്കാനുള്ളത്. അതിനെന്ത് മാർഗമുണ്ടാകും? വരും മണിക്കൂറുകളിൽ ആ വിവരങ്ങൾ നമുക്ക് അരുൺ പാറയ്ക്കൽ നൽകുകയും ചെയ്യും. കാസർഗോഡ് നിന്നാണ് ഈ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എത്തുന്നത്.